അതൊരു ഗ്രീക്ക് മിത്തോളജി പ്രകാരമുള്ള ഒരു പേരാണെന്നും ദ സ്ട്രെങ്ത് ഓഫ് ദ ട്രൂത്ത് എന്നുള്ളൊരു രീതിയിലാണ് പ്രൊമീത്യസിന്റെ കഥ ചെന്ന് അവസാനിക്കുന്നത്. വരും വരായികകൾ ആലോചിച്ച് ചിന്തിച്ച് ആക്ട് ചെയ്യുക എന്നൊരു അർത്ഥം കൂടെ അതിനുണ്ട്. ബേസിക്കലി അങ്ങനെയുള്ള ഒരാളാകാൻ വേണ്ടി മാക്സിമം മാനസികമായിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. വളരെ ലോ ബഡ്ജറ്റിലുള്ള ചെറിയ സാധാരണ വർക്കുകൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഈ ഒത്തുപിടിച്ചാൽ അതെ, ഞങ്ങൾക്കൊരു മല പോകുന്നില്ലെങ്കിലും ഞങ്ങൾക്ക് ഒരു ചെറിയ ഒരു കുന്ന് കിട്ടിയിട്ടുണ്ട്. പെരുവിരലറുക്കില്ല, പ്രകടനമൊരുക്കില്ല, പെരിയ തായ്തടിയിലൊരു ഗുരുശില്പമുയരില്ല. അച്ഛൻ എഴുതിയ കവിതകളാണ് ഞാൻ പോയി പാടി ഞാൻ പല മത്സരങ്ങൾക്കും ഫസ്റ്റ് പ്രൈസ് എടുത്തിട്ടുണ്ട്. തല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം, അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വള്ളം. സിനിമാ മോഹമുള്ള ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ടാവും അല്ലെ? അങ്ങനെയുള്ളവർ പ്രതിനിധീകരിച്ചു കൊണ്ടുള്ള ഒരാളാണ് ഇന്ന് എന്നോടൊപ്പം ഗസ്റ്റ് ആയിട്ടുള്ളത്, പ്രൊമിത്യൂസ്. വെൽക്കം ടു ദ ഷോ. നമസ്കാരം. നമസ്കാരം. പ്രൊമിത്യൂസ് എന്നുള്ള പേര് ഭയങ്കര ഡിഫറെന്റ് ആണ് അല്ലെ? ഞാൻ ആദ്യം തന്നെ ആ പേര് കേട്ടപ്പോ ചെന്ന് ഗൂഗിളിൽ നോക്കിയപ്പോ കാണാൻ പറ്റി അതൊരു ഗ്രീക്ക് മിത്തോളജി പ്രകാരമുള്ള ഒരു പേരാണെന്നും അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? പ്രൊമിത്യൂസിന്റെ അർത്ഥത്തിനേക്കാൾ ഉപരി ചെറുപ്പം പോലെ അച്ഛൻ പറഞ്ഞു കേട്ട കഥകളിൽ പ്രൊമിത്യൂസ് എന്ന് പറഞ്ഞ ഗ്രീക്ക് നായകനെ കുറിച്ചാണ് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാലും ദ സ്ട്രെങ്ത് ഓഫ് ദ ട്രൂത്ത് എന്നുള്ളൊരു രീതിയിലാണ് പ്രൊമിത്യൂസിന്റെ കഥ ചെന്ന് അവസാനിക്കുന്നത്. അപ്പൊ ഏകദേശം അത് തന്നെ ആയിരിക്കണം അദ്ദേഹത്തിന്റെ അർത്ഥം, പേരിന്റെ അർത്ഥം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, വരും വരായികകൾ ആലോചിച്ച് ചിന്തിച്ച് ആക്ട് ചെയ്യുക എന്നൊരു അർത്ഥം കൂടെ അതിനുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരാളാണോ? ബേസിക്കലി അങ്ങനെയുള്ള ഒരാളാകാൻ വേണ്ടി മാക്സിമം മാനസികമായിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാളായിട്ട് തന്നെ ജീവിക്കണമെന്നാണ് ആഗ്രഹം. സാമൂഹ്യ ചുറ്റുപാടുകളും പ്രശ്നങ്ങളും ഒരു സാധാരണ മനുഷ്യനാണല്ലോ. ഓക്കെ. അപ്പൊ അതിൻ്റെതായ എപ്പോഴാണ് ഈ സിനിമാ മോഹം മനസ്സിൽ കയറിക്കൂടിയത്? ചെറുപ്പം മുതലേ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് ബേസിക്കലി സിനിമകൾ കണ്ടു തുടങ്ങുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ, നമ്മൾ കുഞ്ഞുനാള് തുടങ്ങി. ആ സമയം തുടങ്ങി ഒരു ആഗ്രഹമുണ്ട്. മോഹൻലാൽ, ലാലേട്ടന്റെ സിനിമകളുടെ ആരാധകർ, കട്ട ആരാധകർ. നരസിംഹ, നാട്ടുരാജാവ്, അങ്ങനെ മാസപടങ്ങൾ കണ്ട് കണ്ട് പിന്നീട് ഒരു +2 ഒക്കെ ആയപ്പോ എന്നാ തോന്നുന്നത് ശരിക്കൊരു ഡൈഹാർഡ് എല്ലാ ടൈപ്പ് ഫിലിംസും കാണാനുള്ളൊരു ത്വര അല്ലെങ്കിൽ ഒരു ആർത്തി അതിലോട്ട് എത്തിപ്പെട്ട ഒരു +2 ലെവലിലാണ്. അന്നൊരു ഷോർട്ട് ഫിലിം തുടങ്ങണം സ്വന്തമായിട്ട്. അപ്പൊ ഇതിന് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അവരുടെ ഫിലിംസ് ആണ് ശരിക്കും പറഞ്ഞ ഒരു ഫിലിം മേക്കർ ആകണമെന്നുള്ള ചിന്ത ആദ്യമായിട്ട് മനസ്സിലാക്കി. നമുക്ക് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അങ്ങനെ ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവും. അപ്പം സിനിമാ മേഖലയിൽ ഇപ്പൊ ലാലേട്ടൻ പറഞ്ഞു, അതല്ലാതെ ഫിലിം മേക്കിങ്ങിലേക്ക് വരുമ്പോ ആരാണ് ഏറ്റവും കൂടുതൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരാൾ? ഞാൻ ശരിക്കും ഇൻസ്പയർഡ് ആവണെന്ന് പറഞ്ഞ SS രാജമൗലിയുടെ ഫിലിംസ് തുടങ്ങിയാണ്. അദ്ദേഹത്തിന്റെ ഛത്രപതി എന്ന് പറയുന്ന മൂവി ഫസ്റ്റ് ഇൻസ്പയർ ആവണ മഗധീര എന്ന് പറയുന്ന രാംചരൺ തേജയുടെ ഒരു പടം ഉണ്ടായിരുന്നു. ആ സമയത്ത് അത് മലയാളത്തില് ധീരത വാര്യർ എന്ന് വന്നെങ്കിലും ഞാൻ കാണുന്ന സമയത്ത് മലയാളം എഡിഷൻ വന്നിട്ടില്ല. അപ്പൊ ആ സമയത്ത് ആ പടത്തിന്റെ ഒരു ക്വാളിറ്റി, അതൊരു ഇംഗ്ലീഷ്, ഒരു ഹോളിവുഡ് ടൈപ്പിലായിരുന്നു അതിന്റെ മേക്കിങ്. അപ്പൊ ആ പടമാണ് ശരിക്കും സിനിമ എന്ന് പറയുന്ന വലിയൊരു ലോകത്തിനെ പറ്റി സ്വപ്നം കാണാൻ പഠിപ്പിച്ചത്. അതിനുശേഷം രാജമൗലി എന്നുള്ളൊരു സംവിധായകന്റെ ഫിലിംസ് മാത്രം എടുത്ത് കാണുകയും പിന്നെ പുള്ളീനെ തന്നെ ഒരു ആരാധനാമൂർത്തിയായിട്ട് മാറുകയും ചെയ്തു. ആ സമയത്താണ് +2 പഠിക്കുന്ന ടൈമിലാണ് പ്രേമം തുടങ്ങുന്നത്. അപ്പൊ പ്രേമത്തിന് ശേഷം, അതായത് നേരത്തിന് ശേഷമുള്ള അൽഫോൺസ് പുത്രന്റെ വർക്ക്, അൽഫോൺസിന്റെ വർക്കുകളാണ് കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ള വർക്കുകൾ. അതായത് ഏത് സാധാരണക്കാരനും അത്യാവശ്യം അങ്ങനെ ടൈപ്പുള്ള, അതുപോലെ ഏതൊരാൾക്കും നല്ലൊരു ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ അവനൊരു ഫിലിം ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് എന്ന സംവിധായകൻ അൽഫോൺസ് പുത്രനാണ്. അൽഫോൺസ് പുത്രനാണ് പിന്നീട് ഞാൻ കുറച്ച് ആള് മാനസികമായിട്ട് നമ്മുടെ ഒരു ഗുരുസ്ഥാനി, എല്ലാരും നമ്മുടെ ഗുരുസ്ഥാനീയന്മാരാണ്. നമ്മൾ മനസ്സുകൊണ്ട് ഏകലവ്യനെ പോലെ അവരെ നേരിട്ട് മീറ്റ് ചെയ്യാനും സംസാരിക്കാനും ഒന്നും ഭാഗ്യം കിട്ടിയിട്ടില്ലെങ്കിലും അവരുടെ ഓരോ ഇന്റർവ്യൂസും അവരുടെ ഫിലിംസും അവരുടെ ക്രിറ്റിക്സും എല്ലാം കണ്ട് 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 നമ്മ അവരെ പോലെ ആകണമെന്ന് കൊതിച്ചുകൊണ്ട് വന്നതിന് ശേഷമാണ് നമ്മ ഇതിനെപ്പറ്റി ഭയങ്കര ഡീപ്പായിട്ട് ചിന്തിക്കുന്നത്. ഫിലിം മേക്കിംഗ് ചെയ്യണം, ഒരു ഡയറക്ടർ ആവണം എന്നൊരു ബോധം തന്നെ. പിന്നെ ഏറ്റവും ഇവരെ പറയുമ്പോൾ തന്നെ മിസ് ചെയ്യാതെ പോകേണ്ട 2 ഡയറക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ജെയിംസ് കാമറൂൺ ആണ്. അദ്ദേഹത്തിന്റെ ടൈറ്റാനിക്, അവതാർ ഈ ചിത്രങ്ങള്.
പിന്നെ അതിലും കൂടുതലായിട്ട് ഏറ്റവും കൂടുതൽ എന്നെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇരുത്തി ചിന്തിപ്പിക്കണം, അതേപോലത്തെ ഒരു പടം മേക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ മസ്റ്റായിട്ട് എന്നെ പ്രേരിപ്പിച്ച ഒരു ഡയറക്ടറാണ് മെൽ ഗിബ്സൺ. അദ്ദേഹത്തിന്റെ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ്, ആകെ 4 പടങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എങ്കിലും ഞാൻ കണ്ടതിൽ വെച്ച് അപ്പോക്കാലിപ്റ്റോ, ദ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്നീ ചിത്രങ്ങളാണ് എപ്പോഴും അദ്ദേഹത്തിന്റെ മേക്കിംഗ് സ്റ്റൈല് പഠിക്കണം എന്നുള്ളൊരു രീതിയിൽ നമുക്കൊരു ഇൻസ്പയർഡ് ആയിട്ടുള്ള 2 വർക്കുകൾ. അപ്പൊ ഒരുപാട് സിനിമകൾ പല ഭാഷകളിലായിട്ട് കാണുന്ന ഒരാളാണ്. അതെ അതെ, തീർച്ചയായിട്ടും അങ്ങനെ കണ്ടാൽ മാത്രമേ നമുക്കൊരു നല്ല മേക്കർ ആവാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും അതെ. അപ്പൊ പ്രൊമീത്യസ് ചെയ്തിട്ടുള്ള വർക്ക്സ് ഏതൊക്കെയാണ്? ഞാൻ ഇത്രയും ആധികാരികമായിട്ടൊക്കെ പറയുമെങ്കിലും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത വർക്കുകൾ ഇപ്പൊ നോർമലി റിലീസ് ആവുന്ന വെബ് സീരീസുകളോ സിനിമകളായിട്ടോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസ് ആയിട്ടോ കിടപിടിക്കാനൊന്നും പറ്റാത്ത രീതിയിലുള്ള വളരെ ലോ ബഡ്ജറ്റിലുള്ള ചെറിയ സാധാരണ വർക്കുകൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. കാരണം ഞാനൊക്കെ വളരെ ഒരു ചെറിയ ആളാണ്. ഇപ്പൊ നമ്മള് ഒരു ഇന്റർവ്യൂ വെക്കണോണ്ട് തന്നെ നമ്മളങ്ങനെ ഒരു വലിയ സംഭവമായിട്ട് ഞാൻ പറയുന്നതല്ല. പക്ഷെ എൻ്റെ വർക്കുകൾ വളരെ തുച്ഛമായിട്ടുള്ള ഒരു വർക്കാണ്. ഇത്തരം സിനിമകളായിട്ട് കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല ഒരിക്കൽ പോലും. പക്ഷെ ആ ബോധം അറിയാം. എങ്കിൽ പോലും ഞാൻ 2 ഷോർട്ട് ഫിലിംസ് സംവിധാനം ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം ഭയം എന്ന് പറഞ്ഞിട്ട്. ഭയം. അതൊരു ഹൊറർ ത്രില്ലർ മോഡാണ്. അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് റീസെന്റ് റിലീസ് ആവുന്ന തൊട്ട് മുമ്പ് ഇറങ്ങിയ ഒരു ചിത്രമാണ്. നമ്മുടെ പ്രശസ്ത യൂട്യൂബറായിട്ടുള്ള ബേപ്പൂർ സുൽത്താൻ, അദ്ദേഹമാണ്, ശ്രീശ്യാം എന്നായിട്ടാണ് അദ്ദേഹത്തിന്റെ പേര്. എനിക്ക് മുമ്പ് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ബേപ്പൂർ സുൽത്താൻ ഈ സമയത്ത് മെൻഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് എനിക്കത് എന്താ പറയാ റിലീസ് ചെയ്യാനുള്ള ഒരു മോട്ടീവ്, അല്ലെങ്കിൽ അതേപോലത്തെ ഒരു ഹൊറർ കണ്ടന്റ് ചെയ്യാനുള്ള ഒരു മോട്ടീവ് യൂട്യൂബറായിട്ടുള്ള ബേപ്പൂർ സുൽത്താന്റെ വീഡിയോസ് കണ്ടതിന് ശേഷമാണ് എനിക്ക് കിട്ടിയത്. അദ്ദേഹം ആണ് അതിന്റെ ട്രെയിലറും സിനിമയൊക്കെ ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ ഷെയർ ചെയ്തത്. അപ്പൊ ഭയം ചെയ്തിട്ടുണ്ട്. പിന്നെ കോവിഡ് ടൈമിൽ ലോക്ക്ഡൌൺ എന്ന് പറയുന്നൊരു ഷോർട്ട് ഫിലിം, അതെന്റെ ഫ്രണ്ടായിട്ടുള്ള ജോയൽ ഡ്രീമോൺ, അവൻ ജസ്റ്റ് വെഡിങ് ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളും വീഡിയോഗ്രാഫി ചെയ്യുന്ന ആളാണ്. ഇപ്പോഴും കോണ്ടാക്ട് ഒക്കെ ഉണ്ട്. ആളിപ്പോ ഫാമിലി ആയിട്ട് സെറ്റിൽഡ് ആണ്. അപ്പൊ ശരിക്കും ജോയലുമായിട്ടുള്ള സഹകരണത്തിലാണ് എനിക്ക് ഈ 2 വർക്കുകളും ഭയവും ഈ ലോക്ക്ഡൌണും ചെയ്യാൻ കഴിഞ്ഞത്. കാരണം ക്യാമറ ഡിപ്പാർട്ട്മെന്റ് അവനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഞങ്ങൾക്ക് പണമിടപാടും കൊടുക്കൽ വാങ്ങലുകൾ അങ്ങനത്തെ ഒരു ബന്ധം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് തന്നെ അവന്റെ ക്യാമറ വെച്ച് എപ്പോഴെങ്കിലും ഷോർട്ട് ഫിലിംസ് ചെയ്യാനും, ശരിക്കും അവന്റെയൊക്കെ ഒരു സഹായം കൊണ്ടാണ് ആ 2 വർക്ക് എനിക്ക് എന്തോ ദൈവത്തിന് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത്. പിന്നെ റീസെന്റ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന ചിത്രം, അതാണ് നമ്മുടെ ഒരു സ്വപ്ന വർക്ക് എന്ന് പറഞ്ഞ. പക്ഷെ എങ്കിലും അതല്ല എൻ്റെ ഒരു എയിം, അതായത് ഒരു ലൈഫിലെ ഏറ്റവും കൊതിക്കുന്ന ഒരു വർക്ക് അതല്ല. എങ്കിൽ പോലും ഞാനിപ്പോ റീസെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെമ്പട്ട് 2 പാർട്ടായിട്ടാണ് ആ മൂവി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു ഫീച്ചർ ഫിലിമാണ് അത്. ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത കുറച്ച് പേര്, ഫിലിംസിൽ പണ്ടുപോലെ ഒന്നും ആകാതെ പോയ കുറച്ച് ചേട്ടന്മാരും ചേച്ചിമാരും, പിന്നെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള അയൽവക്കക്കാരായിട്ടുള്ള കുറച്ച് നല്ല സുഹൃത്തുക്കളെ ചേർത്തിട്ട് ഒരു 10, 50, 60ഓളം കാസ്റ്റിംഗ് ഉണ്ട് അതില്. അത്രയും കഥാപാത്രങ്ങളെ വെച്ചിട്ട് നമ്മൾ തന്നെ ചെയ്തേക്കുന്ന ഒരു സാങ്കല്പിക കഥയാണ് ചെമ്പട്ട് എന്ന് പറയുന്നത്. അപ്പൊ കഥ എഴുതുന്നതൊക്കെ കഥ എഴുതുന്ന ഇപ്പൊ ചെമ്പട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും എൻ്റെ ചേട്ടനുണ്ട്. എൻ്റെ ചേട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ അച്ഛന്റെ പെങ്ങളുടെ മകൻ, മൂത്ത ചേട്ടനാണ് അഭിലാഷ് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹമായിട്ട് ഇരുന്നിട്ടാണ് ഞങ്ങൾ ഇപ്പൊ ചെമ്പട്ട് വർക്ക് ചെയ്തിരുന്നത്. ഞങ്ങൾ ഇതിനു മുമ്പ് വേറൊരു വർക്ക് പ്ലാൻ ചെയ്തിരുന്നു. ഇതേപോലെ തന്നെ കുറച്ച് ജൂനിയർ ആർട്ടിസ്റ്റും ചേട്ടന്മാരെയുള്ള വെച്ചിട്ട് അവരുടേതായ ഒരു സംരംഭം ഒരു കൂട്ടായ്മയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചതാണ്. പക്ഷെ അതെന്തോ ദുർഭാഗ്യത്തിന് അത് നടക്കാതെ പോയി. അപ്പൊ അതിന്റെ ഒരു സങ്കടത്തിന്റെ പുറത്ത്, കാരണം അന്ന് അത്രയും യൂണിറ്റിയിൽ എല്ലാരും വന്നതാണ്. അപ്പൊ അവരെ നമ്മ നിരുത്സാഹപ്പെടുത്തി തിരിച്ചേക്കാൻ പറ്റില്ല. അപ്പൊ അവർക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നൊരു ചിത്രമാണ്, ഞങ്ങളെ അന്ന് നടക്കാതെ പോയ സ്വപ്നമാണ് ഞങ്ങൾ ഇപ്പോഴും ചെമ്പട്ടിലൂടെ ചെയ്യുന്നത്. അപ്പൊ പാർട്ട് 1 കലിയുക ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി എഡിറ്റിങ് മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ എല്ലാരും ഇന്റർവ്യൂവിൽ മെൻഷൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാരും ആ ചിത്രം ഇറങ്ങുമ്പോ എല്ലാരും കാണണം. അപ്പൊ അതൊരു
മികച്ച ചിത്രം അങ്ങനെ വലിയ ടോപ്പ് ക്വാളിറ്റി എന്നല്ല പറയണ, ഞങ്ങളുടെ ഒരു ചെറിയൊരു ബഡ്ജറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ നല്ലൊരു ക്വാളിറ്റിയിൽ ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു ചിത്രമാണ്. അപ്പൊ എല്ലാരും കാണുക, അഭിപ്രായങ്ങള് വൈകാതെ അറിയിക്കേണ്ടി വരുന്നത്. ഓക്കെ. അപ്പൊ ഈ ഒരു മേക്കിങ്ങിലേക്ക് ഇറങ്ങാൻ വേണ്ടിട്ട് 12th കഴിഞ്ഞപ്പം അതിനുള്ള എന്തെങ്കിലും കോഴ്സ് ചെയ്തിരുന്നു? ഞാൻ 12th കഴിഞ്ഞപ്പോ ചെയ്തിരുന്നു. പക്ഷെ ആ കോഴ്സ് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോഴ്സ് കൊണ്ട് എനിക്ക് ഒരു ഗുണങ്ങളും ഉണ്ടായിട്ടില്ല. എവിടെ വെച്ചാണ് ചെയ്തത്? ഞാനത് ചെന്നൈയിൽ വെച്ചാണ്. ചെന്നൈയിൽ ചെന്നിട്ട് അതായത് എന്തായിരുന്നു ഫിലിം? അത് ഫിലിം ആൻഡ് TV പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു കോഴ്സ് ആയിരുന്നു. അവര് 3 വർഷത്തെ ഡിഗ്രി സംഭവമാണ് വാഗ്ദാനം ചെയ്തിരുന്നത്. ഇതില് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മ +2 പറഞ്ഞല്ലേ, വളരെ ഭയങ്കര പ്രാന്തമായിട്ട് ഫിലിമിലേക്ക് എങ്ങനെയെങ്കിലും ഒരു ഫിലിം ഡയറക്ടർ ആവണോന്ന് കൊതിച്ചിരുന്ന സമയത്ത് ചെന്നൈക്ക് വേണ്ടി വരുന്നു. വീട്ടുകാർക്കൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. വീട്ടുകാരുടെ സമ്മതത്തോടു കൂടിയാണ് അവിടെ പോകുന്നത്. അപ്പൊ ചെന്നൈ ചേട്ട്പട്ട് അവിടെ AIT മീഡിയ കോളേജ് എന്ന് പറയുന്ന ഒരു അക്കാദമിയിലാണ് പഠിക്കുന്നത്. അപ്പൊ അവിടെ അവര് ആദ്യം പറഞ്ഞിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വർഷത്തെ പ്രൊഫഷണൽ ഡിഗ്രി വിത്ത് ഇതേപോലെ ഡയറക്ഷൻ, ഫോട്ടോഗ്രാഫി ഇതൊക്കെയാണ് പഠിപ്പിക്കണത് എന്നുള്ള രീതിയിലാണ് നമ്മൾ പോയത്. ഒരു 3-3.5 ലക്ഷം രൂപ അടുത്ത് നമുക്ക് അവർക്ക് അടക്കേണ്ടി വന്നു കോഴ്സിന്റെ ഇതായിട്ട്. പക്ഷെ ഇതില് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ആകെ നിർധനരായ കുടുംബമാണ്. നമ്മുടെ കേവലം എൻ്റെ ഒരു ആഗ്രഹത്തിന്റെ പേരിൽ മാത്രം അച്ഛനും അമ്മയും കൂടി വിദ്യാഭ്യാസ ലോൺ എടുക്കുകയും അത് വലിയൊരു കടത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ, അത് ശരിക്കും ഞാനും അതിലൊരു ഉത്തരവാദിയാണ്. കാരണം അത് നമുക്ക് ഇപ്പോഴും അതിൽ നിന്ന് ആ കടങ്ങളിൽ നിന്ന് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല ഫാമിലിനെ. പക്ഷെ നമ്മള് അത്രയും വിശ്വസിച്ചു പോയ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തുനിന്ന് അവിടെ നിന്ന് യാതൊരു രീതിയിലുള്ള ഒരു മര്യാദയും കിട്ടിയില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല. എന്താന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മളിവിടെ MG യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആ സർവകലാശാലകൾ കൊടുക്കുന്ന പേപ്പറിന്റെ വാല്യൂ പോലും ഇല്ല. അവര് പറയുന്ന ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനിലുള്ള ആ ഒരു എന്താ പറയാ ആ ഒരു സർട്ടിഫിക്കറ്റിന്. അപ്പൊ അത് ഞങ്ങൾ പഠിച്ച് ഏകദേശം അത് കഴിയാറായതിന് തൊട്ട് മുമ്പാണ് ഇത് അറിയണത്. അപ്പൊ നമ്മളത് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മള് അവരുടെ മാനേജ്മെന്റിന്റെ അടുത്ത് ചോദിച്ചപ്പോഴേക്കും അവര് ഓൾറെഡി പൈസ തന്നതല്ലേ. അപ്പൊ അവര് അത് തിരിച്ചു തരാൻ പറ്റൂല. കാരണം അവരുടെ പ്രോപ്പർട്ടി നല്ലതാണ്. അതായത് നിങ്ങൾക്കാണ് ആരോ തെറ്റുകൾ പറഞ്ഞ് വിട്ടേക്കുന്നത് എന്നുള്ള രീതിയിൽ അത് കേസ് തിരിച്ചതിന് ശേഷം അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവുകയാണ് ചെയ്ത്. പക്ഷെ അത് കഴിഞ്ഞിട്ടും നമ്മൾ ഈ ഫീൽഡ് കിട്ടില്ല എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ. പിന്നെ കുറെയൊക്കെ നമ്മൾ പ്രാക്ടിക്കലി പഠിക്കണം എന്നുള്ളതാണല്ലോ. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നടൻ പൃഥ്വിരാജ് സാറ്, അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്തും വളരെ ഷാർപ്പായിട്ട് കൃത്യമായിട്ട് ധൈര്യമായിട്ട് നിലപാടോടുകൂടി പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ഡയറക്ടർ ആവണമെങ്കിൽ അവന് ആ ലെൻസിന്റെ ഇത് എത്ര mm ആണെന്നോ, അല്ലെങ്കിൽ ആ പിക്ചർ ക്വാളിറ്റി എങ്ങനെ വരുന്നു, എഡിറ്റിങ് എങ്ങനെയാണെന്നോ, സൗണ്ട് ഡിസൈനിങ് എങ്ങനെ ചെയ്യണമെന്നോ ഒന്നും അറിയേണ്ട കാര്യമില്ല. അവന്റെ മനസ്സിലൊരു സിനിമ ഉണ്ടായാൽ മതി. ബാക്കിയൊക്കെ അവൻ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതിലാണ്, മറ്റു ടെക്നീഷ്യൻസിനെ എങ്ങനെ അവൻ യൂസ് ചെയ്യുന്നു എന്നതിലാണ് കാര്യമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ആ തിയറി തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എനിക്കൊരു വേ തുറന്ന് കാണിച്ചേക്കുന്നത് ആ ഒരു തിയറിയാണ്. ഇപ്പൊ 12th കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയി എന്ന് പറഞ്ഞു, പഠിക്കാൻ വേണ്ടിയിട്ട് ചെന്നൈയിലേക്ക് പോയി. അപ്പൊ ലോൺ എടുത്ത കഥകളൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, 12th കഴിയുമ്പോ എപ്പോഴും നമുക്കൊരു സേഫ് സോൺ കളിക്കുക എന്നുള്ള ഒരു പരിപാടി ഉണ്ട്. അതായത് പെട്ടെന്ന് തന്നെ ജോലി കിട്ടുന്ന എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്യുക, നേരെ ജോലിക്ക് കയറുക. അപ്പൊ വീട്ടുകാരും അങ്ങനെയുള്ളതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഉണ്ടാവും. അപ്പൊ ഇത്രയും സപ്പോർട്ട് ചെയ്തത് കൊണ്ട് ഞാൻ ചോദിക്കാണ്, വീട്ടുകാർക്കും ഇതുപോലെ സിനിമാ മേഖലയായിട്ടോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് പരമായിട്ടുള്ള കഴിവുകളോ? വീട്ടുകാർക്കെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവർക്കും ഉണ്ട് എന്ന് പറയാൻ പറ്റൂല. എൻ്റെ അനിയനും എൻ്റെ അച്ഛനും അമ്മ ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഞങ്ങള് എങ്ങനെ ആർട്ടിസ്റ്റ് ആണെങ്കിലും ഏത് ജോലിയാണെങ്കിലും, അതിപ്പോ കൂലിപ്പണിക്ക് പോലും അമ്മയുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ടാണ്. അനിയൻ എന്ന് വെച്ച് കഴിഞ്ഞാല് അവൻ അത്യാവശ്യം നന്നായിട്ട് വരക്കും, ചിത്രം വരക്കും, പിന്നെ പാട്ട് പാടും. അനിയന്റെ പേരെന്താ? അനിയന്റെ പേര് ഒഡീസിയൂസ്. ഞാൻ പ്രൊമത്തിയൂസ് എന്നുള്ള പേര് കേട്ടപ്പോൾ എന്തെങ്കിലും വെറൈറ്റി കിട്ടുന്ന വെച്ച് ചോദിച്ചതാണ്. അപ്പൊ ആരായി പേരൊക്കെ? അച്ഛനാണ്. അച്ഛൻ. അപ്പൊ അച്ഛൻ ഒരുപാട് വായിക്കോ എങ്ങനെയാണ്? അതെ അതെ അതെ. അച്ഛൻ ബേസിക്കലി ഭയങ്കര ഒരു ആർട്ടിസ്റ്റ് ആണ്, കലാകാരനാണ്. അച്ഛൻ കവിത എഴുതും വളരെ നന്നായിട്ട്. അപ്പൊ ഞാൻ
UP LP സെക്ഷനിൽ, ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സെക്ഷനിലൊക്കെ ഈ പദ്യപാരായണ മത്സരത്തിന് ഞാൻ പാടും അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ. അപ്പൊ അച്ഛൻ എഴുതിയ കവിതകളാണ് ഞാൻ പോയി പാടി ഞാൻ പല മത്സരങ്ങൾക്കും ഫസ്റ്റ് പ്രൈസ് മേടിച്ചിട്ടുള്ളത്. അപ്പൊ അതെനിക്ക് അഭിമാനത്തോടുകൂടി തന്നെ പറയാൻ പറ്റും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റുള്ളവര് മധുസൂദനൻ നായർ സാറുടെയും വയലാറിന്റെ കവിതകൾ പാടുമ്പോഴും അതെ നമ്മള് നമ്മുടെ സ്വന്തം അച്ഛൻ എഴുതിയ അതെ അച്ഛൻ പാടി തരും. പിന്നെ ബാക്കിയൊക്കെ നമ്മുടെ ഒരു കയ്യിൽ നിന്ന് എടുത്തിട്ട് പറയില്ല, ബാക്കി നമ്മളെ ഒരു കയ്യിൽ ഇതായിരിക്കണം. ഏതെങ്കിലും ഒരു 2 വരി കവിത ഓർമ്മയുണ്ടോ അച്ഛൻ പഠിപ്പിച്ചു തന്ന കവിതകളിൽ? അച്ഛന്റെ ദക്ഷിണ എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്, പണ്ട് ഞാൻ സ്കൂളിൽ പാടിയതാണ്. അത് ഏകദേശം മറന്നുപോയി സംഭവം, എന്നാലും ഒന്ന് ആലോചിച്ചെടുത്ത് ഏതാനും വരും. പെരുവിരലറുക്കില്ല പ്രകടനമൊരുക്കില്ല, പെരിയ തായ്തടിയിലൊരു ഗുരുശില്പമുയരില്ല, മരവുരിയുടുക്കില്ല മാൻതോലുമുരിയില്ല, മാടപ്പിറാവിന്റെ അരികിൽ വസിച്ചിടും, മന്ത്രങ്ങളറിയില്ല തന്ത്രങ്ങളറിയില്ല, ഞാനേകലവ്യൻ നിഷാദന്റെ പുത്രൻ. ഇപ്പൊ മനസ്സിലായി എന്തുകൊണ്ടാണ് മറ്റു കവിതകളെ അപേക്ഷിച്ച് ഫസ്റ്റ് പ്രൈസ് വാങ്ങി വരുന്നത് എന്നുള്ളത്. ഓരോ വാക്കിനും ഒരു ഫീൽ ഉണ്ട്, പിന്നെ പാടുന്നതിലും ഒരു ഫീൽ ഉണ്ട്. അതെ, അച്ഛൻ അങ്ങനെയാണ്. അച്ഛൻ കുറെ വായിക്കും, പുരാണങ്ങള്, മിത്തോളജികള്. അപ്പൊ എല്ലാം വായിച്ചിട്ട് അതിൽ നിന്നാണ് ക്യാരക്ടേഴ്സിനെ സെറ്റ് ചെയ്തിട്ട് അവരുടെ നമ്മളെ അറിയാത്ത ലൈഫിനെ കൊള്ളിച്ചുകൊണ്ടായിരിക്കുള്ളൂ എഴുത്തുകളിൽ വരുന്നത്. അതെ, അത് കിട്ടി. എല്ലാ മേഖലയിലും നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കുക എന്നുള്ളത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു വേൾഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വന്ന ശേഷം ഇങ്ങനെ ദിവസം മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ഫിലിം മേക്കിങ്ങിലും അപ്ഡേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു ടെക്നോളജിയും ടെക്നിക്സും ഒക്കെ അപ്ഡേറ്റഡ് ആയിരിക്കണം. അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാറുണ്ടോ? അതിനുവേണ്ടി മാക്സിമം എഫേർട്ട് ചെയ്യാറുണ്ട്. പക്ഷെ എല്ലാത്തിന്റെ ഒരു ബേസ് എന്ന് പറയുന്ന മൂലധനമുള്ള കാൾ മാർക്സ് പറഞ്ഞല്ലോ, ദസ് ക്യാപിറ്റലുള്ള എല്ലാം ബേസ്. ആ ഒരു കാര്യത്തിൽ മാത്രമാണ് നമ്മളെ പോലത്തെ ആൾക്കാർ കുറച്ച് ബാക്ക്വേർഡ് നിൽക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പോഴത്തെ നമ്മുടെ എല്ലാ യൂട്യൂബേഴ്സും ഒരു ഐഫോണിൽ കുറഞ്ഞ ഫോണില്ലാത്ത യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ ഒരു മീഡിയ റിപ്പോർട്ടേഴ്സോ ഇല്ല, കുറവാണെന്ന് പറയാം. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവരൊന്നില്ലെങ്കിൽ അവർക്ക് സോഷ്യൽ മീഡിയ വഴി അവർ വീഡിയോസ് ഷെയർ ചെയ്യുമെങ്കിലും ചെയ്യും. അത്യാവശ്യം റീച്ച് എങ്കിലും ഉണ്ടാവും. ഇപ്പൊ കുറഞ്ഞ ഫോൺ യൂസ് ചെയ്യണവരാണെങ്കിൽ പോലും. ഞാൻ പറയുന്ന ഫോണിന്റെ കാര്യത്തിലല്ല, പക്ഷെ അത്രത്തോളം അപ്ഗ്രേഡ് ചെയ്ത ഒരു തലമുറയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ആ തലമുറയുടെ ഒപ്പം നമ്മൾ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ അപ്ഡേറ്റഡ് ആയാലല്ലേ പറ്റുള്ളൂ. അതായത് ചേരയെ തിന്നുന്ന നാട്ടിലാവുമ്പോൾ നടുക്കഷ്ണം തിന്നണം. അതുപോലെ തന്നെ നമ്മളെ മാക്സിമം അപ്ഗ്രേഡ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. പക്ഷെ നമ്മുടെ സാമ്പത്തിക ലെവൽ കുറച്ച് താഴേക്കിടയിൽ ആയതുകൊണ്ട്, പക്ഷെ നേരെ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴിയും പിന്നെ നിങ്ങളെ പോലുള്ള റിപ്പോർട്ടേഴ്സ് തരുന്ന വിവരങ്ങൾ വഴിയും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും സത്യം പറഞ്ഞൊരു നല്ല കാര്യമായിട്ട്, കാരണം സമൂഹത്തിൽ ജീവിക്കുമ്പോ തന്നെ അപ്ഡേഷനാണ്. നമ്മള് അതിന് വേണ്ടി നമ്മള് മുൻകൈ എടുക്കേണ്ട കാര്യമില്ല. എന്റെ ഒരു ലൈഫ് കൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിയിരിക്കുന്നത്. കാരണം ഇപ്പൊ തന്നെ നമ്മള് ഒരു കടയിൽ പോകുമ്പോ സാധനം മേടിക്കുമ്പോൾ ഗൂഗിൾ പേ വേണം. ഗൂഗിൾ പേ എന്താണെന്ന് പോലും അറിയാൻ പാടില്ലാത്തവർ പോലും അത് യൂസ് ചെയ്യാൻ പഠിച്ചു തുടങ്ങി. കാരണം അതിപ്പോഴത്തെ തലമുറയുടെ ഒരു അപ്ഗ്രേഡിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഫിലിം ബന്ധമായിട്ടുള്ള എന്ത് കാര്യങ്ങളും, ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ഈ ചെമ്പട്ട് എന്ന് പറയുന്ന വലിയ മൂവി അത് 3 മണിക്കൂർ 2.5 മണിക്കൂർ എടുത്തിട്ടുണ്ട്. ഇത് മൊത്തം ഞാൻ എഡിറ്റ് ചെയ്ത് അതിന്റെ ഫസ്റ്റ് ഒരു റഫ് കട്ട് ഫുള്ള് എഡിറ്റ് ചെയ്ത് ഞാൻ എന്റെ ഫോണിലാണ്, ഞാൻ യൂസ് ചെയ്യുന്ന ഫോണിലാണ്. അപ്പൊ എന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കുക, അത്രയും ചെറിയൊരു സംഭവം നമ്മള് ചെറിയൊരു മീഡിയത്തിലൂടെയും നമ്മുടെ വർക്ക് നമ്മൾ പുറത്തു വരുത്തണമെന്നുള്ള ഒരു അമിതമായ ഒരു ആഗ്രഹം കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മുടെ കയ്യിലൊരു ആപ്പിളിന്റെ ഒരു പ്രോസസ്സറോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ടെക്നോളജിയോ അതൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മ ഇതിനേക്കാൾ ഒരുപടി മികച്ചതായിട്ട് നമ്മൾ ചെയ്തു നോക്കും. പക്ഷെ ഇതാണ് നമ്മുടെ പ്രശ്നം. ഈ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റം ഇല്ല.
അത് അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോ ലോ ലെവലിൽ കിടക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവര് BPL കാർഡിലുള്ളതുകൊണ്ടോ ആയിരിക്കാം. ഇപ്പൊ നിങ്ങൾ ഈ സിനിമ ചെയ്യുമ്പോൾ അവിടെയും ഈ പ്രൊഡക്ഷൻ എന്നുള്ള ഒരു പ്രശ്നം വരുമല്ലോ, അതിനുള്ള ഒരു പ്രൊഡ്യൂസറിനെ കണ്ടെത്തിയിട്ടാണോ? നിങ്ങൾ എങ്ങനെയാണ് അതിനുള്ള ഒരു ഫണ്ട്? ഒരിക്കലും അല്ല, ഞങ്ങൾക്കൊരു പ്രൊഡ്യൂസർ ഇല്ല, ഞങ്ങൾ തന്നെയാണ് പ്രൊഡ്യൂസർ. ശരിക്കും ഞങ്ങളെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ടീം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളില് അഭിനയിക്കാനായിട്ട് വന്ന ഒരുപാട് പേര്. ഇപ്പൊ അതില് ആരെ അങ്ങനെ പേരെടുത്ത് പറയില്ല എങ്കിലും ഒരുപാട് സഹോദരങ്ങൾ, നമ്മുടെ സഹോദരരെക്കാളും കൂടുതൽ ആത്മാർത്ഥമായിട്ട് ഈ ചെമ്പട്ടിന്റെ കാര്യത്തിലാണെങ്കിലും ഇതിനു മുമ്പ് ചെയ്ത 2 ഷോർട്ട് ഫിലിംസിലാണെങ്കിലും ശരി, എല്ലാവരും ഒരു കൂട്ടായ്മയുടെ ഭാഗമായിരുന്നു. അതായത് പൊതുവിൽ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ല, ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടും കാര്യമായിട്ടുള്ള റോളുകളൊന്നും ഫിലിമിൽ അത്ര ശ്രദ്ധിക്കപ്പെടാതിരുന്ന ഒരുപാട് ചേട്ടന്മാരും ചേച്ചിമാരും, പിന്നെ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കൾ എന്ന് വെച്ചാൽ പ്രായമുള്ള ചേട്ടന്മാരൊക്കെ തന്നെയാണ്, ചേച്ചിമാരും. സിനിമയിൽ എങ്ങനെയെങ്കിലും ഒരു മുഖം കാണിക്കണമെന്ന് കൊതിച്ചു കിടന്ന ആൾക്കാർക്ക് വേണ്ടി ഞങ്ങൾ കൊടുത്തൊരു റിവാർഡാണെന്ന് പറയാം ഈ ചെമ്പട്ട് എന്ന് പറയുന്നത്. കാരണം അവർക്ക് വളരെ സന്തോഷമായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ A to Z കാര്യങ്ങൾക്ക് ക്യാമറ റെന്റിനാണെങ്കിലും ഫുഡ് കഴിക്കാനുള്ളതിനാണെങ്കിലും ട്രാവലിംഗ് കോസ്റ്റ് ആണെങ്കിലും എല്ലാം ആണെങ്കിലും അവരും ഞങ്ങളും കൂടിയാണ് ചേർന്ന് 10 രൂപ ആണെങ്കിലും 1000 രൂപ ആണെങ്കിലും 500 ആണെങ്കിലും അതൊക്കെ മാറ്റി വെച്ചൊരു കൂട്ടായ്മയുടെ ഭാഗത്തിലാണ് ഇതൊക്കെ പ്രൊഡക്ഷൻ സംഭവങ്ങൾ ചെയ്തിരുന്നത്. ഒത്തുപിടിച്ചാൽ ഞങ്ങൾക്കൊരു മല പോകുന്നില്ലെങ്കിലും ഞങ്ങൾക്ക് ഒരു ചെറിയ ഒരു കുന്ന് കിട്ടിയിട്ടുണ്ട്. അതേപോലെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്ഷൻ. എന്നാൽ ആർക്കും ഒരു മുട്ടില്ല കേട്ടോ, നമ്മള് തന്നെ. അപ്പൊ വീട്ടില് അമ്മ ഉണ്ടെങ്കിൽ അമ്മയായിരിക്കുള്ളൂ പ്രൊഡക്ഷന്റെ കിച്ചണിലെ പരിപാടികളൊക്കെ നോക്കിയിട്ട് അവർക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുക. പക്ഷെ അതിനുള്ള സാധനങ്ങൾ മേടിച്ച് തന്നെ ചിലപ്പോ അവരായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മൾ കയ്യിൽ നിന്ന് എടുത്ത് പൈസ ഇടും. അപ്പോഴൊരു കൂട്ടായ്മയാണ്. ആരും അവരൊരു കണക്ക് ഇതേ ഞാൻ ഇത്ര പൈസ ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പൈസ ഇട്ടേക്കുന്നുണ്ട് അങ്ങനെ ഒന്നും ആരും ഇതേവരെ പറഞ്ഞിട്ടില്ല. എല്ലാവരും വളരെ നീറ്റായിട്ട് പക്കയായിട്ട് നമ്മുടെ വർക്കിന്റെ ഒപ്പം ഒരു ഭയങ്കര ഫാമിലി അറ്റ്മോസ്ഫിയർ ആണ് അവരൊപ്പം വർക്ക് ചെയ്യുമ്പോൾ. സത്യം പറഞ്ഞാൽ ഈ വർക്ക് ഫ്ലോപ്പ് ആയാലും ഹിറ്റ് ആയാലും എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഇത്രയും നല്ലൊരു ടീമിന്റെ ഒപ്പം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതാണ് ഞാൻ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഒരു ഭാഗ്യമായിട്ട് അതമ്മ അനുഭവിച്ചറിയുമ്പോൾ അത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്, നല്ലൊരു ഇതാണ്. ഇപ്പം ഷോർട്ട് ഫിലിംസ് ചെയ്തു, ഈ ഫീച്ചർ ഫിലിം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് എപ്പോഴും ഒരു ലോങ് ടേം ഗോൾ ഉണ്ടാവുമല്ലോ. എന്താണ് പ്രൊമത്യൂസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലോങ് ടേം ഗോൾ? എനിക്ക് അങ്ങനെ ലോങ് ടേം ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാരും പ്രശസ്തി നമ്മുടെ മെയിൻ ഒരു ലോങ് ടേം ഗോൾ തന്നെയാണ്. സിനിമ ഫീൽഡ് ആവുമ്പോൾ അതെന്തായാലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും. സിനിമ ഫീൽഡിനേക്കാളും കൂടുതൽ എനിക്ക് അങ്ങനെ ഒരു ലോങ് ടേം ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് എവിടെയും നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്ന് നമുക്ക് പറയാൻ പറ്റുന്ന അത്രയും തൻ്റെ ഇടം ചങ്കൂറ്റുള്ള ഒരു വ്യക്തിയായി മാറുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ലോങ് ടൈം ഗോൾ. പക്ഷെ അത് എത്രത്തോളം റിസ്ക് ആണെന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. കാരണം നമുക്ക് ചില ആൾക്കാർക്ക് വേണ്ടിയും ചില സംഘടനകൾക്ക് വേണ്ടി സമരസപ്പെട്ടു പോകാനും നമ്മുടെ ദൗർബല്യമുള്ള മറ്റുള്ളവർ മുതലെടുക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മാനായി മാറണം എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ലോങ് ടൈം ഗോൾ. പിന്നെ ഫിലിം മാത്രമല്ല, കൈവെക്കുന്ന മേഖലകളെല്ലാം എനിക്ക് കീഴടക്കണം എന്നുള്ളൊരു വാശിയുണ്ട്. കാരണം ഫിലിം ജസ്റ്റ് ഞാൻ ബേസിക്കലി ഞാനൊരു ആർട്ടിസ്റ്റാണ്. കുറച്ച് നാളായിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. കാരണം ഫിലിമിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പഴയ പോലെ വരക്കാൻ അത്ര ടൈം എടുക്കാറില്ല. പിന്നെ പാട്ട് പാടാനും നമുക്കിത് ഏത് ഫീൽഡാണെങ്കിലും അത് ആർട്ട് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഫീൽഡുകളാണ് നമുക്ക് കൂടുതൽ ഇംപ്രസീവ് ആയിട്ടുള്ളത്. പക്ഷെ ഞാൻ പറയണെന്ന് വെച്ചാൽ അതിനേക്കാളൊക്കെ ഉപരി ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഒരു വലിയ ഇതായിട്ട് സംസാരിക്കണല്ലോ കേട്ടോ, ഒരു അഹങ്കാരിയുടെ സംസാരമായിട്ട് അതെ ആരും വിചാരിക്കരുത്. പ്രേക്ഷകരോട് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇത് മനസ്സിന്റെ ഒരു ആഗ്രഹമാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ലിയനാർഡോ ഡാവിഞ്ചി നമുക്കൊരു ഡെമോ ആണ്. ആ ഒരു കാര്യത്തിൽ എൻ്റെ ഒരു ഗുരു ഡാവിഞ്ചി ആണെന്ന് പറയാം. കാരണം ഡാവിഞ്ചി ഒരേ സമയം 10 കാര്യങ്ങൾ ചെയ്ത് അദ്ദേഹം ഒരൊറ്റ ഒരൊറ്റ ബോഡി ആണെങ്കിലും 10 മനുഷ്യർക്ക് തുല്യമാണെന്നാണ് അന്നത്തെയും ഇന്നത്തെയും ആളുകൾ പറയുന്നത്. എന്താന്ന് വെച്ചാൽ അദ്ദേഹം 10 മേഖലകളിൽ കഴിവ് തെളിയിച്ചാലാണ്. അദ്ദേഹം മാർബിളിൽ ചിത്രം കൊത്തും, പെയിന്ററാണ്, സസ്യശാസ്ത്രജ്ഞനാണ്, ഗണിത ശാസ്ത്രജ്ഞനാണ്,
ബയോളജിസ്റ്റ് ആണ്. അങ്ങനെ ഒരുപാട് ഇതുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഏണസ്റ്റ് ചെഗുവേര, അദ്ദേഹത്തിനെ നമ്മളൊരു റെവല്യൂഷണറി ഒരു ആളായിട്ട് മാത്രമേ നമ്മൾ കാണുള്ളൂ. പക്ഷെ അതിലുപരി അദ്ദേഹം നല്ലൊരു റൈഡറാണ്, നല്ലൊരു നീന്തൽക്കാരനാണ്, നന്നായിട്ട് റഗ്ബി കളിക്കും, ടീം റഗ്ബിയുടെ ടീം ക്യാപ്റ്റനായിരുന്നു. അദ്ദേഹം നല്ലൊരു പ്രാസംഗികനായിരുന്നു, നല്ലൊരു പാട്ടുകാരനായിരുന്നു. അപ്പൊ പല ടൈപ്പ് ഓഫ് ഡയമെൻഷനിലുണ്ട് ഓരോ വ്യക്തികളും. പക്ഷെ നമ്മൾ ചരിത്രത്തിൽ കൊടുക്കണേന്ന് പറഞ്ഞാൽ അവർ ചെയ്ത ഒരൊറ്റ കാര്യം മാത്രമേ ബൂസ്റ്റ് ചെയ്ത് വെക്കുള്ളൂ. എനിക്ക് അങ്ങനെ ഒരൊറ്റ കാര്യം ചെയ്തു പോകുന്ന ഒരാളായിട്ട് ജീവിക്കണ്ട. ഇപ്പൊ ഫിലിം നമ്മൾ ചെയ്യും, അത് നമ്മുടെ ബ്ലഡിൽ, ഇപ്പൊ വിനായകൻ സാറ് പറഞ്ഞ പോലെ പുള്ളി പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ഇന്റർവ്യൂല്, അതായത് എന്റെ ബ്ലഡിൽ തന്നെ ഉണ്ട് ആർട്ട് എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ ഈ ചെളി ചവിട്ടിന്ന് തുള്ളുമ്പോ തന്നെ ആ ഒരു ഇതിൽ തന്നെ ഉണ്ട്, ആ ഒരു ഇമോഷൻ ഉണ്ട്. ജനറ്റിക് ആയിട്ട് തന്നെ ആ സംഭവം പകർന്നു കിട്ടും എന്ന് പറയുന്നത്. അതുപോലെ എന്ത് ചെയ്താലും അതിലൊരു താളം ഉണ്ടാവും. പാട്ട് പാടുന്നു മനസ്സിലായി, അച്ഛൻ പാട്ട് എഴുതുന്നു പറഞ്ഞു. പാട്ട് എഴുതുവോ? പാട്ട് എഴുതാറുണ്ട്, പാട്ട് എഴുതാറുണ്ട്, കഥകൾ എഴുതാറുണ്ട്. നമ്മള് ആർട്ട്പരമായിട്ടുള്ള എല്ലാം ചെയ്യും. A to Z കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ. അപ്പൊ ചെമ്പട്ടിലേക്ക് വേണ്ടിയിട്ട് ഞങ്ങള് 2 പാട്ട് ചെയ്തിട്ടുണ്ട്. ഞാനും നേരത്തെ പറഞ്ഞില്ലേ ചേട്ടൻ അഭിലാഷ് നന്ദു പുള്ളിയായിട്ട് ചേർന്നിട്ട് ഞങ്ങള് 2 പാട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ തന്നെ അത് പാടിയിട്ടുണ്ട്. അതിപ്പോ പാടാൻ ചെറിയൊരു ഇതുണ്ട്, കാരണം റിലീസായിട്ട് നമുക്ക്. എന്നാ വേറെ ഏതെങ്കിലും ഒരു പാട്ട് ഒരു 2 വരി പാടാം. ഓക്കെ. തല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം, അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം, താമരപ്പൂ നീ ദൂരെ കണ്ടു മോഹിച്ചു, അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്നു പൂവ് പൊട്ടിച്ചു, പിന്നെ തണ്ടൊടിഞ്ഞ് താമര ഞാൻ കൊണ്ടുവന്നപ്പോൾ പെണ്ണേ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട്, പെണ്ണേ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട്. നന്നായിട്ടുണ്ട്. അപ്പൊ നമ്മള് കാലെടുത്ത് വെക്കുന്ന എല്ലാ മേഖലയിലും അടിപൊളിയായിട്ട് ഷൈൻ ചെയ്യണം എന്നുള്ളൊരു വാശിയുണ്ടല്ലോ, ആ വാശി അങ്ങോട്ട് വിജയിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. വിചാരിച്ചതിലും അപ്പുറം പടവുകൾ കയറി പോകാൻ സാധിക്കട്ടെ. സിനിമയിൽ തന്നെ നാളെ നമ്മൾ കേൾക്കുന്ന ഒരു പേരായിട്ട് മാറട്ടെ പ്രൊമത്യൂസിന്റെ പേരെന്ന് ആശംസിക്കുന്നു. താങ്ക് യു.